ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 2024 ഫിനിഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് കുറച്ച് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഏത് വർഷത്തെയും പോലെ തന്നെ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. അപ്പൊ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തേക്കുള്ള വീഡിയോ അല്ല, 2025 നിങ്ങളെ ഒരുക്കാനായിട്ടുള്ള ഫിറ്റ്നസ് ഒരു ജേണിക്ക് വേണ്ടി ഒരുക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മള് എന്താ പറയാ, ഒരുപാട് പേര് പല രീതിയിലുള്ള റെസൊല്യൂഷൻസ് ഇപ്പം മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ഇത്തവണയെങ്കിലും എനിക്ക് എന്റെ അസുഖങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ഗോളിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റണം, അറ്റ്ലീസ്റ്റ് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടെങ്കിലും പറ്റണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കാനുള്ള ഒരു വീഡിയോ ആണിത്. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് ബേസിക് എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ടു ബി ഓണസ്റ്റ്, നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഫിറ്റ്നസ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടുന്നത് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അതിയായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇതിനുവേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടും വരും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫിറ്റ്നസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ റുപ്പി എന്ന് പറയുന്നതും അതൊരു പാഴ്ചെലവായിട്ട് അല്ലെങ്കിൽ ഒരു ചെലവായിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കരുത്. കാരണം അതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു റിട്ടേൺസ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിത്തുടങ്ങും. നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് ചിലപ്പോൾ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഫിറ്റ്നസ് ജേണിക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ റുപ്പീസ് എന്ന് പറയുന്നതും ജസ്റ്റ് വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺസ് കിട്ടാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ജസ്റ്റ് ഡേയ്സിനുള്ളിൽ തന്നെ അതിന്റെ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് തുടങ്ങും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇനിയെങ്കിലും നമ്മുടെ ഹെൽത്തിന് പ്രിയോറിറ്റി കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അടങ്ങി എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ബാലൻസ് ആയതിനു ശേഷം എന്റെ ഫിറ്റ്നസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ 2025 നിങ്ങളുടെ ഫിറ്റ്നസ് ഇയർ ആയിരിക്കണം, നിങ്ങളുടെ ഹെൽത്തിന് ടോപ്പ് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു വർഷമായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കാനായിട്ട് കുറച്ച് ബേസിക് എക്യുപ്മെന്റ്സിന്റെ ലിസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ കാണാം. നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ നമുക്ക് അടുത്ത വർഷം നമുക്ക് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നോക്കുക. ഒരു പേപ്പറും പെന്നും ഒക്കെ എടുത്ത് വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഫിറ്റ്നസ് ജേണിയിൽ ആദ്യം തന്നെ നമ്മളൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഡംബൽസ് ആണ്. ഇത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാനുള്ള ഒരു റീസൺ, നമ്മളിപ്പം ലാസ്റ്റ് ഇയറിലാണെങ്കിൽ തന്നെ ഒരുപാട് വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ്സ് ലൈറ്റ് വെയിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പലരും യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബോട്ടിലാണ്. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബോട്ടിൽ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതും ഡംബൽസ് വെച്ച് വർക്കൗട്ട് ചെയ്യുന്നതും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബോട്ടിലാണ് ഞാൻ ഈ രീതിയിൽ പിടിച്ച് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഇതെന്റെ കൈ ഒട്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കവർ ചെയ്യാൻ പറ്റാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമ്മളൊരു കംഫർട്ട് അല്ലാതെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ഡംബലാണ്, ഇത് 1 kg 1 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ 1 kg ഡംബലുമാണ്. അതിന്റെ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഈ രീതിയിൽ നല്ല പോലെ ഗ്രിപ്പോട് കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ശരിക്കും ഇത് രണ്ടും യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തവർക്കാണ് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുക. ഞാനും ബോട്ടിൽ വെച്ച് വർക്കൗട്ട് ചെയ്ത ഒരാളാണ്. ബോട്ടിൽ റീപ്ലേസ് ചെയ്തപ്പം എനിക്ക് വന്നിരിക്കുന്ന മാറ്റവും അല്ലെങ്കിൽ എന്റെ ആ ഒരു കംഫർട്ടിന് വന്നിരിക്കുന്ന മാറ്റവും എനിക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പലരും ഈ വാട്ടർ ബോട്ടിൽ വെച്ച് വർക്കൗട്ട് ചെയ്യുന്ന പലരും നമ്മൾ വെയിറ്റ് ട്രെയിനിങ് സെഷൻസ് ചിലപ്പോൾ എൻജോയ് ചെയ്യാറ് പോലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംഫർട്ട് അല്ല. അതുകൊണ്ട് തന്നെ അവർ ഈ കംഫർട്ട് അല്ലാത്തത് കൊണ്ട് ഈ വെയിറ്റ് ട്രെയിനിങ് സ്കിപ്പ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഒരു 1 kg to 2 kg ഡംബൽസ് നിങ്ങൾക്ക് മേടിക്കാം. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ 5 kg അങ്ങോട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഡംബൽസ് നിങ്ങൾക്ക് മേടിക്കാം. അപ്പൊ എന്തായാലും ഒരു ഡംബൽസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഡംബൽസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അതായത് ഇത് നിങ്ങൾക്ക് കാർഡിയോ വർക്കൗട്ടിന് വേണ്ടി യൂസ് ചെയ്യാം, ലൈറ്റ് കാർഡിയോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, വെയിറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, മസിൽ സ്റ്റോണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്കൊരു ഫുൾ പാക്ക് ആണ് ഈ ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് പ്രൈസും വരുന്നില്ല. നമുക്ക് 200 റുപ്പീസ് മുതൽ അങ്ങോട്ട് നമുക്ക് ഡംബൽസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങൾ മേടിച്ച് വെക്കാനായിട്ട് നോക്കുക. നല്ലൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് ട്രെയിനിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇയർ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയർ. ഒരുപാട് വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. വെയിറ്റ് വെച്ചിട്ടുള്ള വർക്കൗട്ടുകളും സ്ട്രെങ്ത്
വേസ്റ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക ഡംബിൾസ് വേണ്ടി വരും. അത് നിങ്ങൾ മേടിച്ച് വെക്കുക. ഇനി രണ്ടാമത്തെ എക്യുപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ മാറ്റ് ആണ്. ഇത് ഞാൻ പല വീഡിയോസിലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. നമ്മൾ എല്ലാതെയും നമുക്ക് വർക്കൗട്ട് ചെയ്യാം, അതായത് ഈ യോഗ മാറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ഇഞ്ചുറീസിനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ ഫ്ലോറിൽ കിടന്നുകൊണ്ടുള്ള വർക്കൗട്ടുകൾ, മുട്ടുകുത്തിയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിന് ഇഞ്ചുറീസ് വരാം, മുട്ടിന് ഇഞ്ചുറീസ് വരാം. പ്രത്യേകിച്ച് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് ഓവർ വെയിറ്റ് ആവുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു തോട്ടിലോട്ട് എത്തുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഹെവി വെയിറ്റ് നമ്മുടെ മുട്ടിന് ഒരു സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ നിലത്തൊക്കെ കുത്തി നിൽക്കുമ്പോൾ നമ്മുടെ മുട്ടിന് എന്തായാലും ഇഞ്ചുറീസ് ഉണ്ടാവും. ബാക്കിനാണെങ്കിൽ ബാക്കിനും ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മുടെ എന്താ പറയുക ബാത്റൂം റഗ്ഗൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ ഇനി വർക്കൗട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എൻ്റെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു യോഗ മാറ്റ് മേടിക്കണം തോന്നി. ഞാൻ യോഗ മാറ്റ് മേടിച്ചു. അതിപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ അധികം പോപ്പുലർ അല്ലാത്തൊരു ബ്രാൻഡിന്റെ ഒരു യോഗ മാറ്റാണ് യൂസ് ചെയ്തത്. പക്ഷെ അത് ഇങ്ങനെ സ്കിഡ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ കുറച്ച് ഹെവി വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്കിഡ് ആവുന്നത് പോലെ തോന്നും. അതിനുശേഷം ഞാൻ നല്ലൊരു യോഗ മാറ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അത് സൊളാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആയിരുന്നു. അതിപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു 2 years ആയിട്ട്. അപ്പൊ അത് നല്ല ഗ്രിപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ്, നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു യോഗ മാറ്റ് ആണ്. നമുക്ക് ഒരു തരത്തിലുള്ള ഇഞ്ചുറീസിനും പോസിബിലിറ്റി ഇല്ലാത്തൊരു യോഗ മാറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു യോഗ മാറ്റിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നമുക്ക് യോഗ വർക്കൗട്ടുകൾ ചെയ്യാനും അതുപോലെ തന്നെ ജമ്പിങ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലിന് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള തണുപ്പ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടാത്ത രീതിയിലായിരിക്കണം നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്കൗട്ട് ക്ലോത്ത്സ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാടൊന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കളക്ഷൻ തന്നെയുണ്ട്. കാരണം ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്നെ കണ്ട് ബോറടിക്കുക, എപ്പോഴും ഒരേ സെയിം ഡ്രസ്സിൽ തന്നെ എന്നെ കണ്ട് ബോറടിക്കാതിരിക്കാനൊക്കെയാണ് ഞാൻ അധികം വേറെ വേറെ ക്ലോത്ത്സ് മേടിക്കാറ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോൾ നോർമൽ ആയിട്ട് ഒരു വീട്ടിൽ നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരുപാട് സെറ്റ് ഓഫ് വർക്കൗട്ട് ക്ലോത്ത്സിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2 പെയർ മതിയാവും. ഒരു പെയർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പിറ്റേ ദിവസം നമുക്കത് അരക്കിയിടാം, രണ്ടാമത്തെ ക്ലോത്ത് ഉപയോഗിക്കാം. ആ രീതിയിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 2 പെയറിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്ലോത്ത് ആയിരിക്കണം. നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കണം. നമുക്ക് സ്ട്രെച്ച് ചെയ്യാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇപ്പൊ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന മാക്സി അല്ലെങ്കിൽ കോട്ടൺ ഡ്രസ്സസ് ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യാനോ ഒന്നും പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ നല്ലൊരു വർക്കൗട്ട് ക്ലോത്തിങ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് തന്നെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഈ വർക്കൗട്ട് ക്ലോത്ത്സിന്റെ കൂടെ തന്നെ വരുന്ന ഒരു സംഭവമാണ് സ്പോർട്സ് ബ്ര. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് നല്ല സ്ലിം ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് സാഗി ബ്രസ്റ്റ് ആവുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രസ്റ്റ് സാഗിങ് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ പഴയ ആ ഒരു ലുക്കിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നടക്കാത്ത ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ അത് സാഗ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ആ ഒരു ഫിറ്റ്നസ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്രസ്റ്റ് സാഗി ആയിരിക്കും. അതിന്റെ കൂടെ നമ്മളൊരു പ്രോപ്പർ സപ്പോർട്ട് ഇല്ലാതെ വർക്കൗട്ടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സാഗ് ചെയ്ത് പോകാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ നമ്മളുടെ ബോഡിക്ക് കറക്റ്റ് ഒന്ന് ടോൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് എപ്പോഴും എന്താ പറയുക ഒട്ടും ടോൺ അല്ലാതെ ഇരിക്കും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലൊരു ഗുഡ് ക്വാളിറ്റി സ്പോർട്സ് ബ്രയിൽ നിങ്ങൾ എന്തായാലും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നല്ല പോലെ, അതായത് നമുക്ക് എന്താ പറയുക കുറച്ച് ഹെവി വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ജമ്പിങ് കൈൻഡ് ഓഫ് വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോഴും അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാ ഹൈ ഇമ്പാക്ട് വർക്കൗട്ടുകൾക്ക് പോലും പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു ബ്ര മേടിക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ മേടിക്കുന്നതാണെങ്കിൽ ഓൺലൈനിൽ മേടിക്കാതെ എന്താ പറയുക ഏതെങ്കിലും ഷോപ്പിൽ പോയി ഇപ്പോൾ ഡെക്കാത്തലോണ് അല്ലെങ്കിൽ ജോക്കി അതുപോലത്തെ പല ഷോറൂമിലും നമുക്ക് ഇതുപോലത്തെ ബ്രാസ് മേടിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി അതല്ല നിങ്ങൾക്ക് എന്തായാലും ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് നോക്കില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റെഗുലർ ബ്രായുടെ സൈസ് ഒരു 34 ആണെങ്കിൽ ചിലപ്പോൾ ചില ബ്രാൻഡിന്റെ ആണെങ്കിൽ നിങ്ങൾ 34 തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലൂസ് ആയിരിക്കും. അപ്പോൾ ഒരു 32 ഒക്കെ സൈസ് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ചില ബ്രാൻഡിന്റെ ആണെങ്കിൽ അത് കറക്റ്റ് ആണ്. അതായത് 34 നമ്മൾ റെഗുലർ ബ്രാ സൈസ് ആണെങ്കിൽ ഈ ഒരു സ്പോർട്സ് ബ്രയ്ക്കും അതേ സൈസ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് ഷോപ്പിൽ പോയിട്ട് എടുക്കുന്നതായിരിക്കും ഫസ്റ്റ് ടൈമോ വാങ്ങിക്കുന്നവർക്ക് ഏറ്റവും നല്ലത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് നോക്കി ചിലപ്പോൾ 2 ടൈം 3 ടൈമൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹൈ ഇമ്പാക്ട് വർക്കൗട്ടിന് ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പോർട്സ് ബ്ര നിങ്ങൾ മേടിച്ച് വെക്കുക. പിന്നെ വേണ്ടത് സപ്പോർട്ടീവ് ഷൂസ് ആണ്. അപ്പൊ ഷൂസ് എന്ന് പറയുമ്പോൾ ഞാൻ അധികം നിങ്ങളെ കമ്പൽ ചെയ്ത് പറയുന്നില്ല. കാരണം ഞാൻ എന്റെ അധിക വർക്കൗട്ടിന് ഷൂസ് ഉപയോഗിക്കാത്ത ഒരാളാണ്. കാരണം ഇപ്പൊ അധികം ഞാൻ ജമ്പിങ് രീതിയിലുള്ള വർക്കൗട്ടുകൾ ഞാൻ ചെയ്യാറില്ല. ഞാൻ അധികം വെയിറ്റ് ട്രെയിനിങ് സ്ട്രെങ്ത് ട്രെയിനിങ് ആ രീതിയിലുള്ളതാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ ഞാൻ യോഗ മാറ്റിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് എന്റെ കാലിന് എന്റെ ആംഗിൾസിനൊന്നും വലിയ ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും.
പക്ഷെ നമ്മൾ ഹൈ ഇമ്പാക്ട് വർക്കൗട്ട് അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട് ഹിറ്റ് വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ജമ്പിങ് ജാക്സ്, അതുപോലെ ബർപ്പീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തുള്ളുണ്ട്. അതായത് നമ്മൾ ജമ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാടെ നമ്മൾ വെയിറ്റ് കൂടുതലുള്ള ഒരു ഹൈ വെയിറ്റ് സൈഡിലുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ജോയിന്റ്സിനും നമ്മുടെ ആംഗിൾസിനും ഒക്കെ നല്ലപോലെ ഇമ്പാക്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പയ്യെ പയ്യെ നമ്മൾ വർക്കൗട്ട് ഒക്കെ ചെയ്ത് വെയിറ്റ് കുറച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോയിന്റ് പെയിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗുഡ് ക്വാളിറ്റി ഷൂസ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നമ്മളെ കാലും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗുഡ് ക്വാളിറ്റി ഷൂസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അല്ലാതെ അധികം ജമ്പിങ് കൈൻഡ് ഓഫ് വർക്കൗട്ടുകളൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ജസ്റ്റ് യോഗ മാറ്റ് മാത്രം നിങ്ങൾക്ക് മതിയോ. ഇനി വേണ്ടത് വാട്ടർ ബോട്ടിലാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തായാലും നമ്മുടെ ഫിറ്റ്നസ് റുട്ടീൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർ നിങ്ങൾക്കായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം. അതിൽ നമുക്ക് പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു മോട്ടിവേഷണൽ വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട്, ഞാൻ ഇപ്പം അത് ഉപയോഗിക്കാറില്ല. അതായത് ഇന്ന ടൈമിൽ എത്ര വെള്ളം കുടിക്കണം, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വാട്ടർ ബോട്ടിൽ. പക്ഷെ അതൊന്നും ഉപയോഗിക്കണം എന്നില്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള BPA ഫ്രീ ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ച് വെക്കുക. അത് നിങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഡംബൽസിന് പകരം വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിനുവേണ്ടി സെപ്പറേറ്റ് വാട്ടർ ബോട്ടിൽസ് നിങ്ങൾ എടുത്ത് വെക്കണം. അതായത് നമ്മൾ കുടിക്കുന്ന വാട്ടർ ബോട്ടിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വാട്ടർ ബോട്ടിലും എല്ലാം ഒരുപോലെ ആയിട്ട്, എല്ലാം ഒന്നായിട്ട് നിങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. അത് സെപ്പറേറ്റ്, നമ്മൾ കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ സെപ്പറേറ്റ്, ആ രീതിയിൽ തന്നെ നിങ്ങൾ വെക്കണം. നമുക്ക് വാട്ടർ ടാർഗറ്റ് നിങ്ങൾക്ക് അറിയാലോ, മിനിമം 3 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 2 ലിറ്റർ വാട്ടർ നമ്മൾ കുടിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പോലും ചിലപ്പോൾ പറ്റിയെന്നില്ല. ഇടയ്ക്ക് അടുക്കളയിൽ പോകുമ്പോൾ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും, അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ എത്ര വെള്ളം കുടിച്ചോ, നമ്മൾ കറക്റ്റ് വെള്ളം കുടിച്ചോ, കൂടുതലായി പോയോ കുറഞ്ഞു പോയോ എന്നൊന്നും നമുക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പൊ നമ്മൾ കറക്റ്റ് ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തീരുമ്പോൾ നമ്മൾ റീഫിൽ ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു ദിവസം എത്ര വെള്ളം കുടിച്ചു പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു നല്ലൊരു വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ഫൈനലായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റീസിലൊക്കെ ആളുകൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ 21 ഡേയ്സ് ചാലഞ്ച് ഫിനിഷ് ചെയ്യുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി നമുക്കിപ്പോൾ ഉണ്ട്. ഒരുപാട് പേര്, നിങ്ങൾക്കറിയാം, ഒരുമിച്ച് ഒരു കൂട്ടം ആളുകൾ, ഒരേ ഗോൾ ആയിട്ടിരിക്കുന്ന ആളുകൾ എത്രത്തോളം നിങ്ങളെ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം കോൺഫിഡൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ ഏതെങ്കിലും കമ്മ്യൂണിറ്റീസ് നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ, അതായത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പരസ്പരം, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യാം. നിങ്ങൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാം. നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അവളത് ചെയ്തു, അപ്പൊ ഞാനും അത് ചെയ്യണം എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ കൂടെ നമ്മൾ പുഷ് ചെയ്യാനും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് മാതൃകയായിട്ട് കാണാനും ഒക്കെ കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു ലെവലാണ് നമ്മുടെ ഫിറ്റ്നസ് ജേണിയിൽ കൊണ്ടുവരിക. അപ്പൊ അതിനും കൂടി നിങ്ങളൊന്ന് ശ്രമിക്കുക. നമ്മുടെ BFit സ്ക്വാഡും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എക്സ്പേർട്ട് ഗൈഡൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം മെന്റർ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, നിങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ വന്നാൽ നിങ്ങളെ കൗൺസിൽ ചെയ്യാനും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും, നിങ്ങളുടെ ഡെയിലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, പ്രോപ്പറായിട്ട് കഴിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ, നിങ്ങൾ ഇന്ന് വെള്ളം കുടിച്ചോ, ഇതൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പോലും ആരും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ നമ്മൾ BFit സ്ക്വാഡിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മെന്റർ ഉണ്ടാവും എല്ലാ ദിവസവും നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സ്, നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചുള്ള, അതുപോലെ നിങ്ങളുടെ പ്രിഫറൻസസ് പ്രിയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ആയിരിക്കും നമ്മൾ തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി ലിമിറ്റേഷൻസ് ഒക്കെ അനുസരിച്ച് മോഡിഫൈഡ് വർക്കൗട്ട്സ് ഒക്കെ ആയിരിക്കും ലൈവ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തവണ സിസ്റ്റമാറ്റിക് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാമിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ BFit സ്ക്വാഡ് തന്നെയായിരിക്കും. BFit സ്ക്വാഡിന്റെ ഒരു പാർട്ടായിട്ട് മാറാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വാട്സപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്കൊക്കെ BFit സ്ക്വാഡിന്റെ 2025 ജനുവരി ബാച്ചിന്റെ ഭാഗമായിട്ട് മാറാവുന്നതാണ്. അപ്പൊ ഇനി അധികം ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ റെഡിയാക്കി നിങ്ങളുടെ ബേസിക് ചെക്ക് ലിസ്റ്റ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക. 2025 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളവരുണ്ടാവും. എന്തൊക്കെ നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിലാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2025 ഫുൾ ഓൺ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഒരു ഫിറ്റ്നസ് ബഡ്ഡി ആയിട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയി യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.